അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളിവിടെ പരിശോധിക്കുന്നത് കഴിഞ്ഞ സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷനിൽ വന്ന 3-ാം ക്ലാസ്സിലെ ചോദ്യപേപ്പറാണ്. സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു എക്സാമാണ്. നമുക്ക് സ്കോളർഷിപ്പ് കിട്ടും എങ്കിലും നമുക്ക് അതിലൊക്കെ പങ്കെടുക്കുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങൾ, നമ്മുടെ കഴിവുകളൊക്കെ വർദ്ധിക്കും. നമുക്ക് ഇത്തരം മത്സര പരീക്ഷകൾ ജീവിതത്തിൽ ഒരുപാട് വരും. അപ്പോൾ അവയുടെയൊക്കെ ഒരു രീതിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു എക്സാമാണ് സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ. അപ്പോൾ അതിന് പങ്കെടുത്ത ആളുകൾക്ക് നന്നായി വർക്കൗട്ട് ചെയ്തിട്ട് പഠിക്കണം, എന്നാൽ മാത്രമാണ് അതിൻ്റെ ഒരു ഫലം ലഭിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് 3-ാം ക്ലാസ്സിലെ കഴിഞ്ഞ വർഷത്തിൽ വന്ന ചോദ്യപേപ്പർ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് എല്ലാവരും ഈ ഒരു ചാനൽ നമ്മൾ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ചാനലാണ്. അത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ 3-ാം ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ അത് അയച്ചു കൊടുക്കുക. കാരണം എല്ലാവരും പഠിച്ചാലും എല്ലാവർക്കും കിട്ടും അല്ലേ. ആർക്കെങ്കിലും നല്ല പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം കിട്ടുന്ന ഒരു വിജയിക്കുന്ന ഒരു എക്സാമല്ല, അല്ലെങ്കിൽ സ്കോളർഷിപ്പ് കിട്ടുന്ന എക്സാമല്ല. 80% മുകളിൽ മാർക്ക് ലഭിച്ചാൽ അവർക്കൊക്കെ കിട്ടൂലേ. അപ്പോൾ ആര് വിജയിച്ചാലും നമുക്ക് സന്തോഷമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചോദ്യത്തിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം വന്ന ചോദ്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 60 മാർക്കിൻ്റെ ചോദ്യങ്ങൾ അല്ലേ. നമ്മുടെ 60% ചോദ്യങ്ങളും നമ്മുടെ മദ്രസയിലെ പുസ്തകങ്ങളിൽ നിന്നുള്ളത് തന്നെയായിരിക്കും. മറ്റു 40% ചോദ്യങ്ങളാണ് സ്കൂളിൻ്റെ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ജനറൽ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ വായിച്ച് നോക്കാം. ഒന്നാമതായിട്ട് വന്നത്, താഴെ കൊടുത്ത വ്യക്തികളിൽ ഒരേ വിഭാഗത്തിൽ പെടാത്തത് ആരാണെന്നുള്ളതാണ്. 4 ആളുകൾ പേര് കൊടുത്തിട്ടുണ്ട്. സൗദ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹു, ഹിന്ദ് റളിയല്ലാഹു അൻഹു. ഈ കൊടുത്ത 4 ആളുകളിൽ ഈ പറയപ്പെട്ട 3 ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരാണ് അല്ലേ. ബാക്കിയുള്ള ഫാത്തിമ റളിയല്ലാഹു അൻഹു ആണ് ഒരേ വേറൊരു വിഭാഗത്തിൽ നബിയുടെ മകളാണ്. ഒരേ വിഭാഗത്തിൽ പെടാത്ത ആളാരാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഉത്തരം ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആ രൂപത്തിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. രണ്ടാമത്തെ ചോദ്യം ഉള്ളത്, സത്യവിശ്വാസികൾ മോഷണം നടത്തില്ല, അതിന് കാരണം എന്താണെന്നുള്ളതാണ്. നമ്മൾ പാഠത്തിൽ പഠിച്ച കാര്യമാണ്. സത്യസന്ധരാണ് അല്ലേ. സത്യവിശ്വാസികൾ സത്യസന്ധരാണ്, അതുകൊണ്ട് അവർ മോഷണം നടത്തുകയില്ല. പിന്നെ അടുത്തൊരു ചോദ്യം ഉള്ളത്, ബലിയത്ത് എന്നതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതാണ്. ബലിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സഹനം, വിപത്ത്, ക്ഷേമം, സഹായം. ഇങ്ങനെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ശരിയായ ഉത്തരം വിപത്ത് എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ പാഠങ്ങൾ പഠിക്കുന്ന സമയത്ത് അപ്പോൾ ഇത്തരം വാക്കർത്ഥങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. അടുത്ത ചോദ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അടുത്ത ചോദ്യം വന്നിട്ടുള്ളത്, ഈസാ അലൈഹിസ്സലാമിനു ലഭിച്ച കിതാബിൻ്റെ പേരെന്താണെന്നുള്ളതാണ്. ഇവിടെ കൊടുത്തത് സബൂർ, ഫുർഖാൻ, ഇഞ്ചീൽ, തൗറാത്ത് അല്ലേ. ഏതാണ് ഈസാ നബി അലൈഹി സ്വലാമിന് ലഭിച്ചത്? ഇഞ്ചീലാണ് ഈസാ നബി അലൈഹി സ്വലാമിന് ലഭിച്ച കിതാബ് അല്ലേ. അതുപോലെ ഈ ഒരു ചോദ്യത്തിൽ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ കിതാബ് ഏതാണെന്നാണ് ചോദിച്ചത്. മറ്റുള്ള നബിമാരുടെ കിതാബൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും കിതാബിൻ്റെ പേര് തന്നിട്ട് അത് ഏത് നബിക്ക് ലഭിച്ചതാണെന്ന് ചോദിക്കാം. അപ്പോൾ ആ രൂപത്തിലൊക്കെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പം ഈ കിതാബുകളൊക്കെ ആർക്കാണ് ലഭിച്ചതെന്നുള്ളതും കൂടി നമ്മൾ കൂട്ടത്തിൽ പഠിച്ചു വെക്കണം കേട്ടോ. അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുഹമ്മദ് എന്ന പേര് വിളിച്ചത് അത് എങ്ങനെയാണത് ആ പേര് വന്നത് എന്നുള്ള ചോദ്യമാണ്. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അബൂ താലിബിൻ്റെ സ്വന്തം തീരുമാനപ്രകാരമാണ് അങ്ങനെ വിളിച്ചത്. ആമിന ബിയുടെ താല്പര്യത്തിനനുസരിച്ച് വിളിച്ചതാണ്. കുടുംബാംഗങ്ങൾ കൂടിയാലോചിച്ചിട്ടാണ് അങ്ങനെ വിളിച്ചത്. സ്വപ്നത്തിലൂടെ അറിയിച്ചതനുസരിച്ചാണ് വിളിച്ചത്. എങ്ങനെയാണ്? സ്വപ്നത്തിലൂടെ അറിയിച്ചതനുസരിച്ചാണ് അങ്ങനെ വിളിച്ചത് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ അടുത്ത ചോദ്യം ഉള്ളത്, ലോകാവസാന സമയത്ത് സൂറിൽ 2ാമത് ഊതുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്. മരിച്ചവർ എഴുന്നേറ്റ് വരുന്നു, എല്ലാവരും ഉറങ്ങുന്നു, സ്വർഗം തുറക്കുന്നു, എല്ലാവരും മരിക്കുന്നു. 1ാമത്തെ ഊത്തിൻ്റെ സമയത്ത് എല്ലാവരും മരിക്കൂലേ. 2ാമത്തെ ഊത്തിൻ്റെ സമയത്ത് എന്താണ്? മരിച്ച ആളുകളൊക്കെ എഴുന്നേറ്റ് വരികയാണ് ചെയ്യലേ. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം ഉള്ളത് എന്താണ്? പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം എന്താണ്? എന്ത് കാര്യം ചെയ്താലാണ് പാപങ്ങൾ പൊറുക്കുന്നത്? സക്കാത്ത് നൽകുക, പൂർണ്ണമായ വുളൂ ചെയ്യുക, സുന്നത്ത് നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക. ഇതിൽ ഏതിനെക്കുറിച്ചാണ് പാപങ്ങൾ പൊറുക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? പൂർണ്ണമായ വുളൂ ചെയ്താൽ പാപങ്ങൾ പൊറുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ.
അടുത്ത ചോദ്യമുള്ളത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് അല്ലേ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഈ അധ്യായത്തിൻ്റെ പ്രത്യേകത എന്താ? അദ്ദേഹത്തിന് പ്രത്യേകത ഉണ്ട്. എന്താണ് ഇത്? രോഗശമനത്തിന് മന്ത്രിക്കാനുള്ളതാണ്, നിസ്കാര ശേഷം പാരായണം ചെയ്യേണ്ടതാണ്, ആദ്യം ഇറങ്ങിയ ഖുർആൻ ആയത്താണ്, മദീനയിൽ ആദ്യം ഇറങ്ങിയ ആയത്താണ്. ഏതാണ്? ആദ്യം ഇറങ്ങിയ ഖുർആൻ ആയത്ത് അല്ലേ, അത് ആ സൂറത്തിലാണുള്ളത്. അതാണ് ആ സൂറത്തിൻ്റെ പ്രത്യേകത. പിന്നെ അടുത്ത ചോദ്യമുള്ളത് ഉന്നത്ത് അല്ലേ. ഉന്നത്ത് ചെയ്യേണ്ട നൂന് ഉള്ള പദം. ഉന്നത്ത് ചെയ്യേണ്ട നൂനുള്ള പദം ഏത് നൂനിനെയാണ് ഉന്നത്ത് ചെയ്യേണ്ടത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. മീന് നൂന് അതിന് ഷദ് വന്നാൽ അല്ലേ, മീമിന് നൂനിനൊക്കെ ഷദ് വന്നാൽ ഉന്നത്ത് ചെയ്യണം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഉള്ളത് നമുക്ക് നോക്കാം. ഇല്ലം എന്നുണ്ട്, അൻഅംത എന്നുണ്ട്, മൻഷൂർ ഉണ്ട്, മലിക്കിന്നാസ് ഉണ്ട്. ഇതിലൊക്കെ നൂനുണ്ട്. ഏത് നൂനിനെയാണ് ഉന്നത്ത് ചെയ്യേണ്ടത്? ഇല്ലം ഇവിടെ ഉന്നത്ത് ചെയ്യണോ? അൻഅംത വേണ്ട. മൻഷൂറിൻ്റെ അവിടെ വേണോ? ഉന്നത്തല്ല. മലിക്കിന്നാസ് എന്നുള്ളടത്ത് ഷദ്ദുള്ള നൂനുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഉന്നത്ത് ചെയ്യണം. അപ്പം ഇതാണ് ശരി. അടുത്ത ചോദ്യമുള്ളത് നൂനിനെ മീമാക്കി ഉന്നത്ത് ചെയ്യൽ. നൂനിനെ മീമാക്കി ഉന്നത്ത് ചെയ്യൽ എപ്പോഴാണ്? നമ്മൾ സാക്കിന നൂനിൻ്റെയും തൻവീൻ്റെയും വിധികൾ പഠിച്ചപ്പോൾ 5 വിധികൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇഖ്ഫ ഉണ്ട്, ഇദ്ഗാം ഉണ്ട്, ഇഖ്ലാബ് ഉണ്ട്, ഇദ്ഹാർ ഉണ്ട്. ഇതിൽ നൂനിനെ മീമാക്കൽ എവിടെയാണ്? നൂനിനെ മീമാക്കൽ എവിടെയാണ് നിങ്ങൾ പഠിച്ച? ഇദ്ഹാർ എന്ന് പറഞ്ഞാൽ വെളിവാക്കലാണ് അല്ലേ. ഇഖ്ലാബ് പറഞ്ഞാൽ എന്താ? അതാണ് നൂനിനെ മീമാക്കൽ അല്ലേ. നൂനിനെ മീമാക്കി മറിക്കണം. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ എന്താ? ഹർക്കത്തില്ലാത്ത പദം ഹർക്കത്തുള്ള പദം കൂടി എന്താണ് ഒന്നാക്കുന്നതാണല്ലേ. ഇഖ്ഫ പറഞ്ഞാലും മറച്ച് മണിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കൂട്ടത്തിൽ പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ അടുത്ത ചോദ്യം ബലിപെരുന്നാളിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട നബി ആരാണ്? ഏത് നബിയുടെ ചരിത്രത്തിലാണ് ബലിപെരുന്നാൾ വരുന്നത്? നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ കൊടുത്തിട്ടുണ്ട്, ആദം അലൈഹി ഇസ്ലാം ഉണ്ട്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഉണ്ട്, യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ഉണ്ട്. ഏതാണ്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ് ബലിപെരുന്നാളിൻ്റെ ചരിത്രത്തിൽ വരുന്നത് കേട്ടോ. ഇൻഷാ അല്ലാഹ്. അടുത്ത ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബഹുമാനം കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബഹുമാനം കാരണം മദീനയിൽ വാഹനപ്പുറത്ത് സഞ്ചരിച്ചിരുന്നില്ല എന്ന് ഏതോ ഒരു ഇമാമിനെ കുറിച്ച് പറഞ്ഞതാണ് അല്ലേ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഏത് ഇമാമിനെ കുറിച്ചാണ് ആ രൂപത്തിൽ പറഞ്ഞത്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് അല്ലേ. അടുത്ത ചോദ്യം. അപ്പോൾ നമ്മൾ ഇമാമിങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവരെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. വുളൂഇന് ശേഷമുള്ള ദുആ പതിവാക്കിയവർക്ക് മാത്രം ലഭിക്കുന്ന നേട്ടം എന്താണ്? സ്വർഗത്തിൽ വെച്ച് കൈകാലുകൾ പ്രകാശിക്കൽ, 8 കവാടങ്ങളിലൊന്നിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കൽ, സ്വർഗത്തിൽ വലിയ സ്ഥാനം, സ്വർഗീയ പാനീയം കുടിക്കൽ. എന്താണിതിൽ? വുളൂ ചെയ്ത ആളുകൾക്ക് അതിൻ്റെ ശേഷം ദുആ ചെയ്താലുണ്ടാവുന്ന കാര്യങ്ങൾ എന്താ? 8 കവാടങ്ങളിൽ ഒന്നിലൂടെ പ്രവേശിക്കുക എന്നുള്ളതാണ്. ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം ഷദ്ദുള്ളപ്പോൾ മണിച്ച് ഉച്ചരിക്കേണ്ട ഹർഫുകൾ. ഏതൊക്കെ ഹർഫുകളെയാണ് ഷദ്ദുള്ളപ്പോൾ മണിച്ച് ഉച്ചരിക്കേണ്ടത്? നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇവിടെ കൊടുത്തത് കാഫുണ്ട്, ലാമുണ്ട്, മീമുണ്ട്, നൂനുണ്ട്, റ, പ, ഖ, ഫ. ഏതാണ്? മീമ്, നൂന് എന്നിവയാണ് അല്ലേ. മീമ്, നൂന് എന്നിവയ്ക്ക് ഷദ്ദ് ഉണ്ടാകുന്ന സമയത്ത് മണിച്ച് ഉച്ചരിക്കണം. അടുത്തത് പരിശുദ്ധ മക്ക വലിയ നഗരമായി വികസിച്ചത് ആരുടെ കാലത്താണ്? പരിശുദ്ധ മക്ക വലിയ നഗരമായി വികസിച്ചത് എന്താണ്? ഖുസൈൻ്റെ കാലത്ത്, ഹാഷിമിൻ്റെ കാലത്ത്, അബ്ദുൽ മുത്തലിബിൻ്റെ കാലത്ത്, കിലാബിൻ്റെ കാലത്ത്. ഇതൊക്കെ നബിയുടെ പിതാക്കന്മാരാണ് അല്ലേ. അപ്പോൾ ഇവരിൽ ആരുടെ കാലത്താണ് വളരെ വികസിച്ചത്? ഖുസൈ എന്ന ആളുടെ കാലത്താണ് അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അടുത്ത ചോദ്യം വീണ്ടും കാണാം, സി അഗെയിൻ എന്നാണ് അർത്ഥം. അപ്പം വീണ്ടും കാണാൻ അല്ലെങ്കിൽ സി അഗെയിൻ എന്നൊക്കെ ഉള്ളതിൻ്റെ അറബിയിലുള്ള പദം എന്താണ്? ഫി അമാനില്ല, ഇലൽ ലിഖാവ്, മഅസ്സലാമ, ബിഖൈർ, അൽഹംദുലില്ലാ. ഏതാണ് സി അഗെയിൻ എന്നുള്ളത്? ഇലൽ ലിഖാവ് എന്നാണ് അല്ലേ. ബാക്കിയുള്ളതൊക്കെ എന്താണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി വെക്കും കേട്ടോ. അടുത്ത ചോദ്യം ഉള്ളത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് തുടങ്ങുന്ന ദിക്ർ ചൊല്ലേണ്ട സമയം എപ്പോഴാണ്? ഉറങ്ങുന്നതിന് മുമ്പ്, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, പെരുന്നാൾ രാവിലെ. ഏതാണ് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് തുടങ്ങുന്നത്? വാഹനത്തിൽ കയറുമ്പോഴാണ് അല്ലേ. വാഹനത്തിൽ കയറുമ്പോൾ. ഇനി അടുത്ത ചോദ്യമുള്ളത്
ഉമ്മു ഐമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബിസല്ലാഹുലൈഹിസ്വല്ലമയുമായുള്ള ബന്ധം, ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള ബന്ധം എന്താണ്? മുലയൂട്ടിയ സ്ത്രീയാണ്, പിതാവിൻ്റെ സഹോദരിയാണ്, വളർത്തുമാതാവാണ്, മാതാവിൻ്റെ സഹോദരിയാണ്. ആരാണ് ഉമ്മു ഐമൻ? ഉമ്മു ഐമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുമാതാവാണ് അല്ലേ, വളർത്തുമാതാവ്. ഇനി അടുത്ത ചോദ്യമുള്ളത് അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൻ നിഫാഖി എന്ന് തുടങ്ങുന്ന ദിക്ർ ചൊല്ലേണ്ടത് എപ്പോഴാണ് ചൊല്ലേണ്ടത്? ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോൾ, ടോയ്ലറ്റിൽ നിന്ന് പുറത്ത് കടന്നാൽ, ശുചീകരിക്കുന്നതിന് മുമ്പ്, ശുചീകരിച്ച ശേഷം. എന്താണ് അല്ലാഹുമ്മ ത്വഹിർ ഖൽബി എന്നുള്ളത്? ശുചീകരിച്ചതിന് ശേഷമുള്ളതാണ് അല്ലേ, ശുചീകരിച്ച ശേഷം ചൊല്ലേണ്ട ദിക്റാണ്. അടുത്ത ചോദ്യം വന്നത് അല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ, അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു, അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു എന്താണത്? ഭക്തിയുള്ളവരെ, ശുദ്ധിയുള്ളവരെ, സമ്പത്തുള്ളവരെ, അറിവുള്ളവരെ അല്ലേ. അല്ലാഹു യുഹിബ്ബു പറഞ്ഞാൽ അല്ലാഹു ഇഷ്ടപ്പെടുന്നു, മുത്തഹിരീൻ എന്ന് പറഞ്ഞാൽ എന്താ? ശുദ്ധിയുള്ളവരെ എന്നുള്ളല്ലേ. അപ്പം അല്ലാഹു തആല ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അവിടെ ഉള്ളത് കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത ചോദ്യമുള്ളത് ഹാഷിം വുളൂ ചെയ്യുമ്പോൾ കാൽ കഴുകിയ ശേഷമാണ് കൈകൾ കഴുകിയത്, അവൻ്റെ വുളൂവിനു പറ്റിയ പിഴവെന്താണ്? അപ്പം വുളൂ ചെയ്യുമ്പോൾ കാൽ കഴുകിയ ശേഷം, എന്താ പറഞ്ഞത്? കാല് കഴുകിയ ശേഷമാണ് കൈകൾ കഴുകിയത്. അപ്പം അങ്ങനെയല്ലല്ലോ വേണ്ടത്. ആദ്യം എന്താ വേണ്ടത്? കൈകൾ കഴുകുകയാണ് വേണ്ടത്, പിന്നെയാണ് കാല് കഴുകേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ വുളൂവിൻ്റെ തെർത്തീബ് തെറ്റിച്ചു, ഷർത്ത് പാലിച്ചില്ല, സുന്നത്ത് ഒഴിവാക്കി, പിഴവ് പറ്റിയിട്ടില്ല. എന്താണ്? ക്രമം തെറ്റിയതാണല്ലേ. ക്രമത്തിന് എന്താ പറയുക? തെർത്തീബ് എന്ന് പറയില്ലേ, തെർത്തീബ്. അപ്പോൾ തെർത്തീബ് തെറ്റിച്ചു എന്നുള്ളതാണ് ഇവിടെ ശരിയായത് കേട്ടോ. അടുത്ത ചോദ്യം വന്നിട്ടുള്ളത് പുരുഷന് ഏറ്റവും ഉത്തമമായ വസ്ത്രം ഏതാണ്? ഏറ്റവും ഉത്തമമായ വസ്ത്രം പുരുഷന് മഞ്ഞ വസ്ത്രം, കറുപ്പ് വസ്ത്രം, വെള്ള വസ്ത്രം, പച്ച വസ്ത്രം. ഏതാണ് പുരുഷന് ഏറ്റവും ഉത്തമമായത്? വെള്ള വസ്ത്രമാണ് കേട്ടോ. അടുത്ത ചോദ്യമുള്ളത് ദുനിയായിലെ സുക്കൂനുള്ള നൂനിനെ ഇതാവുമ്പോൾ ഒന്നെ ചെയ്യാതിരിക്കാൻ കാരണം എന്താ? ദുനിയ എന്നുള്ളിടത്ത് എന്താണ് അങ്ങനെ ഇദ്ഗാം ചെയ്യാൻ ദുനിയ എന്ന് പറയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇഖ്ഫാ ചെയ്യേണ്ടത് കൊണ്ടാണ്. നൂനിന് ശേഷമുള്ളത് യാഇന് ഫത്ഹായത്, നൂനിന് ശേഷമുള്ള യാഇന് ഫത്ഹായത് കൊണ്ടാണ്. നൂനും യാവും ഒരേ പദത്തിലായതുകൊണ്ടാണ്. മേൽ പറഞ്ഞ കാരണങ്ങളൊന്നുമല്ല. എന്താണ് ഇതിൽ ദുനിയ എന്നതിൽ ഇദ്ഗാം ചെയ്യാക്കാൻ കാരണം? നൂനും അതുപോലെ തന്നെ അതിൻ്റെ ശേഷമുള്ള ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമായ യാവും ഒരേ പദത്തിലായത് കൊണ്ടാണ്. ഒരേ പദത്തിലായാൽ അത് ഇദ്ഗാം ചെയ്യുകയില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇദ്ഹാർ മുത്ലഖ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അടുത്ത ചോദ്യം ഖുർആനിലെ ക്രമം അനുസരിച്ച് സൂറത്തു നസ്റിന് ശേഷമുള്ള സൂറത്ത് ഏതാണ്? ഖുർആനിലെ ക്രമം അനുസരിച്ച് സൂറത്തു നസ്ർ എന്നുള്ള സൂറത്തുണ്ടല്ലോ, അതിന് ശേഷമുള്ള സൂറത്ത് ഏതാ? സൂറത്തു നസ്ർ എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മളൊന്നിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. സൂറത്തു നസ്ർ എന്ന് പറഞ്ഞാൽ ഇസാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്നുള്ള സൂറത്താണ് അല്ലേ. അതിന് ശേഷമുള്ള സൂറത്ത് ഏതാണ്? തബ്ബത് യദാ അബീ ലഹബിൻ വ തബ്ബ് എന്നുള്ള സൂറത്താണ്. ആ സൂറത്തിന് എന്താ പറയാന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അൽ കാഫിർ എന്നാണോ, അൽ ഖുറൈഷ് എന്നാണോ, അൽ കൗസർ എന്നാണോ, അൽ മസദ് എന്നാണോ? ഏതാണ്? അൽ മസദ് എന്നാണ് അല്ലേ. അപ്പോൾ ആ കാര്യമൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. അൽ കൗസറിന് ഇന്നാത്തേനാക്കൽ കൗസർ എന്നുള്ള സൂറത്താണ്. ഇത് എന്താണ്? കുല്യായി അൽ കാഫിർ എന്ന സൂറത്താണ്. ഇത് ലീലാഫി ഖുറൈഷ് എന്നുള്ള സൂറത്താണ്. അപ്പോൾ മറ്റേ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയേക്കുക. ശരിയായ ഉത്തരം അൽ മസദ് എന്നതാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യമുള്ളത് ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു തആല അല്ലാതെ മറ്റാരുമില്ല. ഇതിൻ്റെ അറബി വാചക ഏതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇതിലേതാണ് ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ് അല്ലേ. പിന്നെ അടുത്ത ചോദ്യം വരുന്നത് ഇസ്ലാം വരുന്നതിന് മുമ്പ് പേർഷ്യക്കാരുടെ ഒരു ആരാധ്യ വസ്തു എന്തായിരുന്നു? പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന ഡാഷ് കെട്ടുപോയി എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എന്തൊക്കെയാണത്? ബിംബങ്ങൾ, സർപ്പം, തീ, സൂര്യൻ. എന്താണ് ശരി ഉത്തരം? തീ എന്നതാണല്ലേ. പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന തീ കെട്ടുപോയി എന്ന് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്നത്തിലെ അത്ഭുത വസ്തുവായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം തീ ആണ് കേട്ടോ. മറ്റൊന്ന് അറബി രാജ്യങ്ങളിലെ ഒരു നാണയം. അറബി രാജ്യങ്ങളിലെ നാണയത്തിന് രൂപ, ദിനാറ്, ഡോളർ, പൗണ്ട്. ഏതാണ്?
അറബി രാജ്യത്ത് ദിനാറാണ് ഉണ്ടാവുക അല്ലേ. രൂപ ഇന്ത്യൻ്റെ ഇതാണ്, ഡോളർ അമേരിക്കയാണ്, പൗണ്ട് പല രാജ്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക അറബി രാജ്യത്തുള്ളത് ദിനാറാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം താഴെ കൊടുത്തവയിൽ ശരിയായത് അടയാളപ്പെടുത്താനാണ്. അപ്പോൾ താഴെ കൊടുത്തത് എന്തൊക്കെയുള്ളത് നോക്കുക. മുസ്ഹഫിലെ പേജ് മറിക്കൽ വുളൂ വേണം, മുസ്ഹഫുള്ള കബർ തൊടാൻ വുളൂ വേണ്ട, മുസ്ഹഫ് കൊണ്ടുപോകാൻ വുളൂ വേണ്ട, കുട്ടികൾ പഠനാവശ്യത്തിന് മുസ്ഹഫ് തൊടാൻ വുളൂ എടുക്കണം. അപ്പോൾ ഇതിലേതാണ് ശരി? മുസ്ഹഫിൻ്റെ പേജ് മറിക്കാൻ വുളൂ വേണം, ശരിയാണോ? വുളൂ വേണോ? വേണം അല്ലേ. അതുപോലെ മുസ്ഹഫിൻ്റെ കവർ തൊടാൻ വുളൂ വേണ്ട, ശരിയാണോ? അല്ല, വേണം അല്ലേ. മുസ്ഹഫ് കൊണ്ടുപോകാൻ വുളൂ വേണ്ട, ശരിയാണോ? അല്ല, വുളൂ വേണം. കുട്ടികളുടെ പഠനാവശ്യത്തിന് മുസ്ഹഫ് തൊടാൻ വുളൂ എടുക്കണം, വേണ്ട അല്ലേ. അപ്പം ഇതൊന്നും ശരിയല്ല, ശരിയായത് ആദ്യത്തേത് മാത്രമാണ് അല്ലേ. മുസ്ഹഫ് പേജ് മറിക്കാൻ വുളൂ വേണം എന്നുള്ളതാണ് ശരി കേട്ടോ. അപ്പോൾ നമ്മൾ ചോദ്യം കൃത്യമായിട്ട് വായിച്ച് നോക്കി ശരിയായത് ഏതാണെന്ന് ആലോചിച്ചിട്ട് നല്ല രൂപത്തിൽ മനസ്സിലാക്കിയതിന് ശേഷമൊക്കെ ടിക്കറ്റ് പോയാൽ മതി. ഒറ്റ ഉത്തരവ് നമ്മൾ തെറ്റിക്കരുത്. കാരണം ഒറ്റ ഉത്തരം നമുക്ക് അറിയുമോയെന്ന് ഇവിടെ പരിശോധിക്കുന്നില്ല, ശരിയായ ഉത്തരം നമുക്ക് അറിയുമോയെന്നേ ഇവിടെ നോക്കുന്നുള്ളൂ. അപ്പോൾ ശരിയായത് ഏതാണ് സെലക്ട് ചെയ്യാൻ പോലും നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ അതിനർഹനല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശരിയായത് തിരഞ്ഞെടുക്കാൻ കുറച്ച് സമയമൊക്കെ എടുത്ത് ആലോചിച്ച് ചെയ്താൽ മതി. ചിലപ്പം പരീക്ഷ ഹാളിൽ നേരത്തെ ഒരുപാട് കുട്ടികൾ പരീക്ഷ എഴുതി പോകുന്നുണ്ടാവും. അതൊന്നും നമ്മളത്ര വിഷയം കണ്ടാൽ നമുക്ക് അനുവദിച്ച സമയം മുഴുവനായിട്ട് എടുത്തിട്ട് പരീക്ഷ എഴുതി തീർത്താൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യമുള്ളത് പുറത്തിറങ്ങുമ്പോൾ സ്ത്രീ മറച്ചിരിക്കേണ്ട ശരീരഭാഗം. മുഖം ഒഴികെ ബാക്കി ഭാഗങ്ങൾ, മുഖവും മുൻകൈയും ഒഴികെ ശരീരം മുഴുവൻ, ജോലി ചെയ്യുമ്പോൾ കാണുന്ന സ്ഥലങ്ങൾ ഒഴികെ. എന്താണ്? സ്ത്രീകൾ പുറത്തിറങ്ങുന്ന സമയത്ത് ശരീരം മുഴുവൻ മറക്കണം എന്നുള്ളതാണ് അല്ലേ. ശരീരം മുഴുവനാണ്. പിന്നെ നിസ്കാരത്തിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ മുഖവും മുൻകൈയും വെച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ചോദ്യം എങ്ങനെയാണ് വരുന്നത് നോക്കിയിട്ട് ഉത്തരം സെലക്ട് ചെയ്യാം. പിന്നെ അടുത്ത ചോദ്യം നബിമാരുടെ അനന്തരാവകാശികൾ ആരാണ്? സയ്യിദുമാരാണ്, മലക്കുകൾ, പണ്ഡിതന്മാർ, സഹാബികൾ. ആരെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്? പണ്ഡിതന്മാരെ കുറിച്ചാണ് അല്ലേ അങ്ങനെ പറഞ്ഞത്. അൽ ഉലമാ വറസത്തുൽ അംബിയ എന്നാണല്ലേ. ഉലമാ പറഞ്ഞാൽ പണ്ഡിതന്മാരാണ്. പണ്ഡിതന്മാരെ കുറിച്ചാണ് അംബിയാക്കളുടെ അനന്തരാവകാശികൾ എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഐസ് കട്ട ദ്രാവകമാക്കുക. നമ്മൾ 30 ചോദ്യങ്ങൾ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 60 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഇപ്പോൾ കഴിഞ്ഞു. അതൊക്കെ പാഠപുസ്തകത്തിൽ നിന്നുള്ളതാണ്. ഇനി സ്കൂളുമായി ബന്ധപ്പെട്ട് ജനറൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുക. ഐസ് കട്ട ദ്രാവകമാക്കി മാറ്റാൻ എന്താണ് ചേർക്കേണ്ടത്? ഐസ് കട്ട അതിനെ വെള്ളമാക്കി മാറ്റണമെങ്കിൽ എന്താണ് വേണ്ടത്? ദ്രാവകം ചേർക്കണം, ചൂട് ചേർക്കണം, ഐസ് കട്ട ചേർക്കണം, ഈർച്ചപ്പൊടി ചേർക്കണം അല്ലേ. എന്താണ് വേണ്ടത്? ഐസ് കട്ട ദ്രാവകമാണെങ്കിൽ നമ്മൾ ചൂടാണ് കൊടുക്കേണ്ടത് അല്ലേ. ചൂട് കൊടുത്താൽ അത് ദ്രാവകമാകും. അടുത്ത ചോദ്യം ലോകത്തിൽ ആദ്യമായി വിമാനം വിജയകരമായി നിർമ്മിക്കുകയും പറത്തുകയും ചെയ്തത് ആരാ? ആദ്യമായിട്ട് വിജയകരമായിട്ട് വിമാനം പറത്തിയത് ആരാണെന്ന്? റൈറ്റ് സഹോദരന്മാർ, ഐസക് ന്യൂട്ടൺ, ഐൻസ്റ്റീൻ, ഹെൻറി മോസി. ആരാണ്? റൈറ്റ് സഹോദരന്മാരാണല്ലേ. നമ്മൾ പഠിച്ചതാണ്. ദ റൈറ്റ് ബ്രദേഴ്സ് ആണ് വിമാനം ആദ്യമായിട്ട് വിജയകരമായി പറത്തിയത് അല്ലേ. അടുത്ത ചോദ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ്? ബൾബ് കണ്ടുപിടിച്ചത് ആരാണെന്നുള്ളതാണ്. ബൾബ് ആരാണ് കണ്ടുപിടിച്ചത്? തോമസ് ആൽവ എഡിസൺ, അലക്സാണ്ടർ ഗ്രഹാം ബെൽ, കാൾബൺസ്, ഹെൻറി മോസ്ലി. ആരാണ് ഇതിൽ ബൾബ് കണ്ടുപിടിച്ചത്? നമ്മൾക്ക് അറിയാം അല്ലേ. തോമസ് ആൽവ എഡിസൺ ആണ് ബൾബ് കണ്ടുപിടിച്ചത് അല്ലേ. നെക്സ്റ്റ് ചോദ്യമുള്ളത് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? ഭൂമി ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? ഭൂമിയുടെ ഭ്രമണം എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ കറങ്ങാനുള്ള സമയം എത്രയാണെന്ന് ചോദിക്കണം അല്ലേ. അതിനുള്ള സമയം എത്രയാണ് നമ്മൾ പഠിച്ചതാണ് അല്ലേ. 24 മണിക്കൂറാണ് ഭൂമിക്ക് ഒരു സമയത്ത് വേണ്ടത് അല്ലേ. നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. പിന്നെ അടുത്ത ചോദ്യമുള്ളത് അക്രമരഹിത നയം എന്നറിയപ്പെടുന്നത്. അക്രമരഹിത നയം എന്നുള്ളത് എന്താണ്? അഹിംസയാണ്. ഉത്സവം, സത്യാഗ്രഹം ഇവയൊന്നുമല്ല. എന്താണ് അക്രമരഹിത നയം? അതിന് അഹിംസ എന്ന് പറയില്ലേ. ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട ഒരു സമര മുറക്കഥായിരുന്നില്ലേ. ഒക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ നേതാജി എന്നറിയപ്പെട്ടിരുന്ന ആരെക്കുറിച്ചാണ് നമ്മൾ നേതാജി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സുഭാഷ് ചന്ദ്രബോസ്, മഹാത്മാഗാന്ധി, ലാൽ ബഹദൂർ ശാസ്ത്രി, ലാല ലജ്പത് റായ്. ആരെക്കുറിച്ചാണ്?
സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചാണ് നേതാജി എന്ന് നമ്മൾ പറയാറുള്ളത് അല്ലേ. പിന്നെ അടുത്ത ചോദ്യമുള്ളത് മരങ്ങൾ പുറത്തു വിടുന്ന വാതകം എന്താണ്? ഓക്സിജൻ, ഹീലിയം, ഹൈഡ്രജൻ, നൈട്രജൻ. ഏതാണ് മരങ്ങൾ പുറത്തു വിടുന്നത്? ഓക്സിജൻ ആണല്ലേ, നമ്മൾ ശ്വസിക്കുന്ന വായു അല്ലേ. അത് നമുക്ക് മരങ്ങൾ ഓക്സിജൻ കിട്ടുന്നത് മരങ്ങളൊക്കെ പുറത്തു വിടുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് മരങ്ങളൊന്നും മുറിക്കരുത്, മരങ്ങൾ നട്ടുപിടിപ്പിക്കണം എന്നൊക്കെ പറയണല്ലേ. ആ രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ അടുത്ത ചോദ്യമുള്ളത് ഒരു ഭൂമി ഭ്രമണപഥം പൂർത്തിയാക്കാൻ എത്ര ദിവസമെടുക്കും? ഭൂമി നമ്മൾ നേരത്തെ പറഞ്ഞു സ്വന്തമായിട്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ട് അല്ലേ. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ ഇങ്ങനെ സ്വന്തമായിട്ട് കറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ സൂര്യനുണ്ട്, സൂര്യൻ്റെ ചുറ്റും കറങ്ങുന്നുണ്ട് അല്ലേ. സൂര്യൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങാൻ എത്രയാണ് സമയമെടുക്കുന്നതാണ് ചോദ്യം. 365 ദിവസം, 240 ദിവസം, 360 ദിവസം, 240 ദിവസം. എത്രയാണ് ഭൂമിക്ക് ഇങ്ങനെ മുഴുവനായിട്ട് കറങ്ങാനുള്ളൊരു സമയം എത്രയാണ്? 365 ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യമുള്ളത് മനുഷ്യനാകെ സ്ഥിരദന്തങ്ങൾ എത്രയാണ്? മനുഷ്യന് സ്ഥിരദന്തങ്ങൾ എന്ന് പറഞ്ഞാൽ ദന്തങ്ങൾ എന്ന് പറഞ്ഞാൽ ടീത്ത് അല്ലേ. ടീത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പല്ല്. എത്രയാണ് മനുഷ്യന് സ്ഥിരമായിട്ടുള്ള പല്ലുകൾ എത്രയാണെന്നുള്ളതാണ്. 36, 34, 32, 28. എന്താണ്? 32 എന്നതാണ് ശരി ഉത്തരം കേട്ടോ. നമ്മളെ വായിലത്തെ പല്ലുണ്ട് എന്നുള്ളതല്ല, മനുഷ്യന് പൊതുവേ ഉണ്ടാവുന്ന എത്ര പല്ലുകൾ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങളെ വായിലുള്ള പല്ല് നോക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല. അടുത്ത ചോദ്യം ദണ്ഡി കടൽത്തീരം എവിടെയാണ്? എവിടെയാണ് ദണ്ഡി യാത്രയൊക്കെ നടത്തില്ലേ, ആ കടൽത്തീരം എവിടെയാണ്? കർണാടക, കേരളം, തമിഴ്നാട്, ഗുജറാത്ത്. എവിടെയാണ് ദണ്ഡി ഉള്ളത്? ഗുജറാത്തിലാണ് ദണ്ഡി ഉള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആരുടെ ആത്മകഥയാണ്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഒരു പുസ്തകമാണ്. അത് ഒരാളെ ആത്മകഥയാണ്. ആരുടെ ആത്മകഥയാണെന്നുള്ളതാണ് ചോദ്യം. ദാദാഭായ് നവറോജി, സുഭാഷ് ചന്ദ്രബോസ്, മഹാത്മാഗാന്ധി, രാജീവ് ഗാന്ധി. ആരുടേതാണ്? മഹാത്മാഗാന്ധി എന്നുള്ളതാണ് ശരി കേട്ടോ. മഹാത്മാഗാന്ധിയുടെ ആത്മകഥക്കാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ കേട്ടോ. ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. അടുത്ത ചോദ്യമുള്ള 42ാമത്തെ ചോദ്യം ആഗ്രയിലെ പ്രസിദ്ധ സ്മാരകം. ആഗ്രയിൽ പ്രസിദ്ധമായൊരു ഒരു സ്മാരകമുണ്ട്. ഏതാണത്? ഗോൾഡൻ ടെമ്പിള്, കുത്തുബ് മിനാർ, ഈഫേൽ ടവർ, താജ്മഹൽ. ഏതാണ്? അത് താജ്മഹലാണ് അല്ലേ. അതുപോലെ മറ്റുള്ളതൊക്കെ ഇതൊക്കെ എവിടെയാണെന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് നല്ലതാണ്. ചിലപ്പോൾ നമുക്കുള്ള ചോദ്യങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ആവാം കേട്ടോ. അപ്പോൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ അടുത്ത ചോദ്യമുള്ളത് ചൂസ് ദ കറക്റ്റ് ആർട്ടിക്കിൾ. ഏതാണ് ശരിയായത് എന്നുള്ളത് കൊടുക്കുകയാണ് വേണ്ടത്. ഹി ബോട്ട് ഡാഷ് ഓറഞ്ച് ഫ്രം ദി മാർക്കറ്റ്. ഒരു ഓറഞ്ച് വാങ്ങി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ബോട്ട് കഴിഞ്ഞിട്ട് എന്താ വരേണ്ടത്? എ എന്നാണോ, ആൻ എന്നാണോ, ദ എന്നാണോ, ഇതൊന്നുമല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഏതാണ് അവിടെ വേണ്ടത്? അപ്പോൾ ഇവിടെ ഓറഞ്ച് എന്നുള്ളതല്ലേ. ഓറഞ്ച് എന്നുള്ളത് അവിടെ ഒരു വവൽ ആണല്ലേ. അങ്ങനെ വവൽ ശബ്ദം വരുന്ന സമയത്ത് ആൻ എന്നാണ് പറയല്ലേ. ആൻ ഓറഞ്ച് എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ആൻ എന്നാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ ഇതാണ് ശരി കേട്ടോ, ആൻ ഓറഞ്ച്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇംഗ്ലീഷിലുള്ള ഗ്രാമർ ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മളെ പാഠത്തിൽ പറയുന്ന ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അടുത്തത് ഫിൽ ദ ബ്ലാങ്ക് വിത്ത് ദ കറക്റ്റ് വെർബ്. ഒരു വെർബ്, ഏത് ശരിയായ വെർബ് ഉപയോഗിച്ചിട്ട് അവിടെ വിട്ട ഭാഗം പൂരിപ്പിക്കുക. ദ സൺ ഇൻ ദ ഈസ്റ്റ്. സൂര്യൻ എന്താവുന്നു? പിന്നെ റൈസസ്, റൈസിങ്, റോസ്. ഏതാണ്? സൂര്യൻ ഉദിക്കുന്നത് അല്ലേ. സൂര്യൻ ഉദിക്കുന്നു എന്നാണ് പറയേണ്ടത് അല്ലേ. അപ്പോൾ അതെന്താണ്? നമ്മൾ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടാവും. ഹാബിച്വൽ ആക്ഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലേ. യൂണിവേഴ്സൽ ട്രൂത്ത് എന്താണ്? പ്രാപഞ്ചിക സത്യങ്ങളും ഹാബിച്വൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ നടക്കുന്ന സംഭവങ്ങളില്ലേ. ഇത്തരം കാര്യങ്ങളൊക്കെ സിമ്പിൾ പ്രസൻറ്റിലാണ് പറയുക അല്ലേ. അപ്പോൾ റൈസസ് എന്നാണ് വേണ്ടത് കേട്ടോ. റൈസസ്, സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ് എന്നുള്ളതാണ് ശരി കേട്ടോ. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. പിന്നെ അടുത്തുള്ളത് ഐഡൻറ്റിഫൈ ദ നൗൺ. ഈ താഴെ കൊടുത്തിട്ടുള്ളതിൽ നൗൺ ഐഡൻറ്റിഫൈ ആണ് നമ്മൾ മനസ്സിലാക്കുക. ദ ബോയ് ഈസ് പ്ലേയിങ് അലോൺ. ആ വാക്യത്തിൽ ബോയ് ഇത് പ്ലേയിങ് അലോൺ ഈസ്. ഇതിലേതാണ് നൗൺ? ഏതാണ് നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നൗൺ എന്ന് പറഞ്ഞാൽ നാമം അല്ലേ. നാമമായി വന്നിട്ടുള്ളത് ഏതാണ്? ബോയ് എന്നുള്ളതാണല്ലേ. ഇപ്പോൾ ബോയ് എന്നതാണ് അവിടെ ശരി.
അടുത്ത ചോദ്യമുള്ളത് ചൂസ് ദ കറക്റ്റ് പ്രിപ്പൊസിഷൻ. ചൂസ് ദ കറക്റ്റ് പ്രിപ്പൊസിഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ദ കാറ്റ് ഈസ് ദ ചെയർ. അവിടെ ഡാഷ് ഉണ്ട്. ദ കാറ്റ് ഈസ് ഡാഷ് ദ ചെയർ. ഫ്രം, ഇൻ, അണ്ടർ, എബോവ്. എന്താണ് ശരി? അണ്ടർ എന്നുള്ളതാണ് അവിടെ ശരിയായിട്ട് വരിക അല്ലേ? ദ കാറ്റ് ഈസ് അണ്ടർ ദ ചെയർ അല്ലേ? എന്താണ്? കസേരയുടെ താഴെയാണ് പൂച്ചയുള്ളത് അല്ലേ? അപ്പം നമ്മൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, കുറച്ച് ഇംഗ്ലീഷിലെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് 80% എത്താൻ കഴിയുക കേട്ടോ. മദ്രസയിലെ പാഠങ്ങൾ മാത്രം പഠിച്ചത് കൊണ്ട് 80% എത്തൂല. എല്ലാവരും അത് മനസ്സിലാക്കി വെക്കാം. അടുത്തൊരു ചോദ്യമുള്ളത് ഒരു 2 അക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക 11 ഗുണനഫലം 30 ആയാൽ സംഖ്യ ഏത്? 2 അക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക അല്ലേ? 2 അക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക 11. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ നമുക്ക് നോക്കാം. 2ഉം 9ഉം 11 ആണ്. 3ഉം 8ഉം 11 ആണ്. 5ഉം 6ഉം 11 ആണ്. 6ഉം 4ഉം എത്രയാണ്? 10 ആണ് അല്ലേ? അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്തായാലും ഡി അല്ല ഓപ്ഷൻ നമുക്ക് എന്തായാലും മനസ്സിലാക്കുക. കാരണം അക്കങ്ങളുടെ തുക 11 അല്ല. പിന്നെന്താണ്? ഗുണനഫലം 30 ആണെന്നാണ് പറഞ്ഞത്. ഗുണനഫലം 2 9ഉം 18 ആണ്. 3 8 24 ആണ്. 5 6 30 ആണ്. 6 4 24 ആണ്. അപ്പോൾ ഇത് 10 ആണ്. ഇത് 24 ഏതായാലും അല്ല. പിന്നെ ഇത് 11 ആണ്. 18 ആണ് അല്ല. 11ഉം 24 അല്ല. അക്കങ്ങളുടെ തുക 11 ആണ്. ഗുണനഫലം 30 അല്ലേ? അപ്പം ഇതാണ് ശരി. അപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എഴുതി നോക്കിയിട്ടൊക്കെ മനസ്സിലാക്കിയിട്ട് സാവധാനത്തിൽ ഉത്തരം എഴുതിയാൽ മതി. ഒറ്റയ്ക്ക് പെട്ടെന്ന് എഴുതി കണ്ടെത്തി ഉത്തരം ഒരിക്കലും തെറ്റിക്കരുത് കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യമുള്ളത് എന്താണ്? റാഫിയേക്കാൾ ഉയരം കൂടുതലാണ് സലീം. റാഫിക്ക് കമറൂനേക്കാൾ ഉയരമുണ്ട്. മുനീറിന് സലീമിനേക്കാൾ ഉയരമുണ്ട്. ആരാണ് ഏറ്റവും ഉയരം കൂടിയത്? ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ കുറേ പേരുകളൊക്കെ പറയാൻ നമുക്ക് കൺഫ്യൂഷൻ ആവും. നമുക്ക് ചെറിയ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ വരച്ചിട്ടൊക്കെ നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും. അപ്പോൾ ആ രൂപത്തിൽ പരീക്ഷിക്കുക. നമുക്ക് ഇവിടെ ഉള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക. എന്താണ് ഇവിടെ നമുക്ക് ചെറിയ രൂപത്തിൽ വരച്ചിട്ടൊക്കെ നോക്കുക. റാഫിയേക്കാൾ ഉയരം കൂടുതലാണ് സലീം. ഇപ്പോൾ റാഫി ഉണ്ട്, സലീം ഉണ്ട് അല്ലേ? റാഫി എന്ന് പറഞ്ഞ ആളുണ്ട്, സലീം എന്ന് പറഞ്ഞ ആളുണ്ട്. റാഫിയേക്കാൾ ഉയരമുണ്ട് സലീമിന്. അപ്പോൾ സലീം കുറച്ച് നീളമുള്ള ആളാണ്. റാഫിയേക്കാൾ ഉയരമുണ്ട് കേട്ടോ. ഇനി ബാക്കി വായിച്ചു നോക്കുക. എന്താണ് ബാക്കിയുള്ളത്? റാഫിക്ക് കമറൂനേക്കാൾ ഉയരമുണ്ട്. റാഫിക്ക് കമറൂനേക്കാൾ ഉയരമുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ഒരാൾ കൂടി വന്ന്. ആരാണ്? കമറു വന്നു. കമറൂനിക്ക് റാഫിനേക്കാൾ ഉയരമുണ്ട്. എന്താണ്? റാഫിക്കില്ലേ? റാഫിക്ക് കമറൂനേക്കാൾ ഉയരമുണ്ട്. അപ്പോൾ റാഫി ആണ് കമറൂനേക്കാൾ ഉയരമുള്ള ആൾ കേട്ടോ. അപ്പം കമറു കുറച്ച് ചെറുതാണ്, റാഫിയാണ് വലുത് കേട്ടോ. അപ്പോൾ കമറു ആണ് ചെറുത്, റാഫിയാണ് വലുത്. ഇനി ബാക്കിയുള്ള വായിച്ചു നോക്കാം. മുനീറിന് സലീമിനേക്കാൾ ഉയരമുണ്ട്. മുനീർ എന്ന് പറഞ്ഞ ഒരാളെ കൂടി കൂട്ടത്തിലേക്ക് വന്നു. മുനീറിന് സലീമിനേക്കാൾ ഉയരമുണ്ട്. അപ്പോൾ ഏറ്റവും ടോപ്പ് ഉയരം സലീമിനായി, ആര്? മുനീറായി. കാരണം സലീമിനേക്കാളും ഉയരമുള്ള ആളാണ് ആര്? മുനീർ കേട്ടോ. സലീമിനേക്കാളും ഉയരമുണ്ട്. നമുക്ക് നോക്കാം. ഇനി ബാക്കി എന്താ പറഞ്ഞത്? ആരാണ് ഏറ്റവും ഉയരം കൂടുതലുള്ളത്? അതുകൊണ്ടോ നമ്മളിങ്ങനെ വരച്ചപ്പോൾ നമുക്കിപ്പോൾ ഒരു കൺഫ്യൂഷനും ഇല്ല. ആർക്കാണ് ഏറ്റവും ഉയരം കൂടുതലുള്ളത്? എന്താ സംശയം? മുനീറിനാണ് ഏറ്റവും ഉയരം കൂടുതലുള്ളത്. അപ്പോൾ ആർക്കാണ് ഉയരം? മുനീർ. സി ആണ് ശരി ഉത്തരം എന്നുള്ളത്. നമുക്ക് ഈ രൂപത്തിൽ വരച്ചൊക്കെ നോക്കി പഠിക്കുകയാണെങ്കിൽ, വരച്ചൊക്കെ നോക്കി ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. തെറ്റില്ലാതെ ഉയരം അത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കി മനസ്സിലാക്കാൻ കഴിയുന്ന ആൾ ആരാണ്? അങ്ങനത്തെ ആളുകളാണ് ടാലൻറ്റ് അല്ലേ? ഏറ്റവും കഴിവുള്ള ആൾ, അങ്ങനത്തെ ആളുകളെന്നൊക്കെ തിരഞ്ഞെടുക്കലാണ് ഈ ഒരു പരീക്ഷയുടെ തന്നെ ലക്ഷ്യം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ രൂപത്തിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചോദ്യപേപ്പറിൻ്റെ അടുത്തോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ വരച്ചൊക്കെ നോക്കി ശരിയായ ഉത്തരം ഇതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നിങ്ങൾ ഉത്തരം എഴുതുക. ഓക്കെ. പിന്നെ അടുത്തൊരു ചോദ്യം ഉള്ളത്, ഡോക്ടറെ ബാർബർ എന്നും ബാർബറെ പോസ്റ്റ്മാൻ എന്നും പോസ്റ്റ്മാനെ ക്രിക്കറ്റർ എന്നും വിളിക്കുന്നുവെങ്കിൽ പിന്നെ ആരാണ് നമ്മുടെ മുടി വെട്ടുന്നത്? ഇപ്പോൾ മുടി വെട്ടുന്നത് ശരിക്കും ബാർബറാണല്ലേ? ബാർബറാണ് മുടി വെട്ടുക. പക്ഷേ ഈ ഒരു ലോകത്ത് ഈ ഒരു സ്ഥലത്ത് എന്താണ് ബാർബർക്ക് എന്താണ് പറയുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കാം നമുക്ക് എന്താണ് ബാർബർക്ക് പറയാം. ഡോക്ടറെ ബാർബർ എന്നാണ് പറയാം. ബാർബർ അല്ലേ? ഡോക്ടറെ കുറിച്ച് ബാർബർ എന്നാണ് പറയാം. അപ്പം ബാർബർ പണി എന്താ? രോഗികളെ പരിശോധിക്കാനുണ്ട്. ഈ ഒരു ചോദ്യത്തിൽ മാത്രമാണ്, ബാക്കിയുള്ളവർക്കൊന്നും നിങ്ങളെ കൂട്ടരുത്. അപ്പോൾ ഇവിടെ ബാർബർ പണി രോഗികളെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മുടി വെട്ടുന്നത് അതല്ല, ബാർബർ അല്ല കേട്ടോ. ബാർബറെ പോസ്റ്റ്മാൻ എന്ന് വിളിക്കും. ബാർബർക്ക് എന്താ പണി? പോസ്റ്റ്മാൻ ആണ്.
അപ്പോൾ ബാർബർ പണിയെടുക്കുന്ന ആൾ പോസ്റ്റ്മാനാണ്. അപ്പോൾ പോസ്റ്റ്മാനാണ് മുടി വെട്ടണത് അല്ലേ? ഈ ചോദ്യത്തിൽ നമ്മൾ മുടി വെട്ടുന്നത് പോസ്റ്റ്മാനാണ് കേട്ടോ. പോസ്റ്റ്മാനെ ക്രിക്കറ്റർ എന്ന് വിളിക്കും. അപ്പോൾ പോസ്റ്റ്മാനെ പണിയെടുക്കുന്ന ആൾ ക്രിക്കറ്ററാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശരിയായ ഉത്തരം എന്താണ്? പോസ്റ്റ്മാൻ എന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ മുടി വെട്ടുന്ന ആരാണ്? പോസ്റ്റ്മാനാണ്. അപ്പം ശരി ഉത്തരം സി ആണ് കേട്ടോ. ശരി ഉത്തരം സി ആണ് കേട്ടോ. ഓക്കെ അല്ലേ? നമ്മളിനി പോസ്റ്റ്മാൻ മുടിയിട്ടുണ്ടോ എന്ന് എന്ത് കാര്യമില്ല, ഈ ഒരു ചോദ്യത്തിനെ അടിസ്ഥാനമാക്കി മാത്രമാണ്. അപ്പോൾ ഇവിടെ പോസ്റ്റ്മാൻ എന്നതാണ് ശരി. ഇനി അടുത്ത ചോദ്യം, ഹൗ മെനി മന്ത്സ് ഹാവ് 30 days? എത്ര മാസങ്ങളിലേക്ക് 30 ദിവസമുണ്ട്? 30 ദിവസങ്ങളിൽ എത്ര മാസങ്ങളാണുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ മാസങ്ങളിലാണ് എന്നുള്ളത് നമുക്ക് ജനുവരി ഉണ്ട്, ഫെബ്രുവരി ഉണ്ട്, മാർച്ച് ഉണ്ട്, ഏപ്രിൽ ഉണ്ട്, മെയ് ഉണ്ട്, ജൂൺ ഉണ്ട്, ജൂലൈ ഉണ്ട്, ഓഗസ്റ്റ് ഉണ്ട്, സെപ്റ്റംബർ ഉണ്ട്, ഒക്ടോബർ ഉണ്ട്, നവംബർ ഉണ്ട്, ഡിസംബർ ഉണ്ട്. അതിൽ ഇനി ഏതിലേക്കാണ് 31 ഉള്ളത് നിങ്ങൾക്കറിയോ? അതറിയാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അടുത്ത് ജനുവരിയിലുണ്ട്, ഫെബ്രുവരിയിലില്ല, മാർച്ചിലുണ്ട്, ഏപ്രിലില്ല, മെയ്യിലുണ്ട്, ജൂണിലില്ല, ജൂലൈയിലുണ്ട്, ഓഗസ്റ്റിലുണ്ട്, സെപ്റ്റംബറിലില്ല, ഒക്ടോബറിലുണ്ട്, നവംബറിലില്ല, ഡിസംബറിലുണ്ട്. അപ്പം 1, 2, 3, 4, 5, 6, 7 ഈ 7 മാസങ്ങളിൽ 31 ഉണ്ട് കേട്ടോ. ഇവിടെ 30 ഉള്ളതാണ് ചോദ്യം, 31 ഉണ്ട്. ഇനി നമുക്ക് നോക്കാം. പിന്നെ ഫെബ്രുവരിയിൽ 30 ഇല്ല, ഏപ്രിലിൽ 30 ഉണ്ട്, ജൂണിൽ 30 ഉണ്ട്, സെപ്റ്റംബറിൽ 30 ഉണ്ട്, നവംബറിൽ 30 ഉണ്ട്. ഇവിടെ 28 അല്ലെങ്കിൽ 29 ഉണ്ടാവുള്ളൂ, 30 ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ 1, 2, 3, 4. അപ്പോൾ 4 മാസങ്ങളിലെ 4 മാസങ്ങളല്ലേ? 4 മാസങ്ങളിലാണ് എന്തുള്ളത്? 30 ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ 4 എന്നുണ്ടോ? അതാ 4 ഇവിടെ ശരി ഉത്തരം കേട്ടോ. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ശരി ഉത്തരം ഏതാണ്? 4 മാസങ്ങളിൽ 30ഉം 7 മാസങ്ങളിൽ 31. അപ്പോൾ 11 ആയി. പിന്നെ ഒരു മാസം 28, 29, 12 മാസമായി കേട്ടോ. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ ആവശ്യമുള്ളടത്ത് ചെറിയ രൂപത്തിൽ എവിടെയെങ്കിലൊക്കെ എഴുതി നോക്കിയിട്ടൊക്കെ നല്ല രൂപത്തിൽ ശരിയാണെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് മാത്രം ഈ ഒരു പരീക്ഷയെ അറ്റൻഡ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ട ആളുകൾക്ക് നന്ദി അറിയിക്കുന്നതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾക്ക് എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. എല്ലാവർക്കും വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.